സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഓരോ വസന്തകാലത്തിന്റെയും തുടക്കമാണ് ഓരോ വിഷുദിനങ്ങളും. കേരളത്തിൽ വിളവെടുപ്പുത്സവമായി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന് മലയാള തനിമയുടെ മനോഹാരിതയുമുണ്ട്. മലയാള മാസമായ മേടം 1 വിഷുപ്പുലരി സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ഒരു ദിനം കൂടിയാണ്. കൊന്നപ്പൂക്കളാൽ ആവരണം ചെയ്ത ശ്രീകൃഷ്ണനെ കണി കണ്ടുണരുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദവും. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്ന ഒരു വിശ്വാസം കൂടിയുണ്ട്. ഓണം കഴിഞ്ഞാൽ പിന്നെ കേരളീയർ കൊണ്ടാടുന്ന വിഷു ആഘോഷം ഒരു നാടിന്റെ തന്നെ ഉത്സവമാണ്. എല്ലാത്തിനും കാലാന്തരത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം. ആചാരങ്ങളിലും സങ്കല്പങ്ങളിലും ആഘോഷങ്ങളിലും മാറ്റങ്ങൾ വന്നുവെങ്കിലും ശ്രീകൃഷ്ണനെ കണി കണ്ടുണരണമെന്ന വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വിഷുക്കണി പോലും റെഡിമെയ്ഡ് പാക്കറ്റുകളിൽ ലഭിക്കുന്ന കാലമാണ്. കൂട്ടുകുടുംബങ്ങൾ ഓർമ്മകളിൽ ഒതുങ്ങുന്നു. വിഷുപക്ഷികൾ പാടാനും മറന്നുപോയിരിക്കുന്നു. കാലം ഒന്ന് പുറകിലേക്ക് സഞ്ചരിച്ചാൽ കേൾക്കാം കർഷകപ്പാട്ടിന്റെ മേളക്കൊഴുപ്പും പുതിയ കാലത്തെ വരവേൽക്കുന്ന ആർപ്പുവിളികളും ഒപ്പം കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന മഞ്ഞപ്പൊന്നണിഞ്ഞ കണിക്കൊന്നകളും. എല്ലാം വിസ്മൃതിയിൽ മറയുമ്പോഴും ചിലതൊക്കെ ഓർത്തെടുക്കാൻ മലയാളി ശ്രമിക്കാറുണ്ട്. എല്ലാ ആഘോഷങ്ങളിലും സന്തോഷം കണ്ടെത്തേണ്ടത് മനുഷ്യർ തന്നെയാണ്. നമുക്കൊരുമിച്ച് വരവേൽക്കാം കൈകോർത്ത് പിടിച്ച് ഈ വിഷുപ്പുലരിയെ കൂടി. വർഷ വിജയൻ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.